ശരിയായ ഒരു വിവരമുള്ളത് നിയമമണ്ഡലത്തെ പറ്റിയാണ്. നിയമമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കാകെ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിബേറ്റ് നടത്തുന്നതിന് വേണ്ടി BJP സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചിട്ട് അവസാന നിമിഷം പോലും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യമാണ്. രണ്ട്, ഗവൺമെൻറ് ഒരു 10 വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമാണല്ലോ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്തിട്ടേയില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഇല്ല. അത് UDFും BJPയും നടത്തിയ സർവേയിൽ തന്നെ ഭരണവിരുദ്ധ വികാരം പറഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇത് തീരുമാനങ്ങൾ എടുത്താൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മറ്റൊരു കാര്യം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഗവൺമെൻറ്റാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്കും പെൻഷൻ വർധനവായിരുന്നാലും പുതിയ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ ഒരു അനുകൂല നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. നിയമത്ത് നിന്ന് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ LDFിൻ്റെ പ്രതിനിധി ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ UDFും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ ഭയമായിരുന്നു UDFിനും BJPക്കും. അതുകൊണ്ട് അവർ ചെയ്തത്, അവരുടെ പബ്ലിക് റിലേഷൻസ് അതിൻ്റെ ചുമതലപ്പെടുത്തിയിട്ടുള്ള വൻകിട കമ്പനികളുടെ ഉപദേശപ്രകാരം ചർച്ചകൾ വ്യക്തിപരമായി നടത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ വിഷയങ്ങൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം നിയമമണ്ഡലത്തിലാണ് റോഡ് ഷോ നടത്തിയത്. ആ റോഡ് ഷോ നടത്തിയതിൽ അവിടെ നിയമമണ്ഡലത്തിലെ ആൾക്കാർ അഭിവാദ്യം ചെയ്തതിന് വേണ്ടി വളരെ കുറച്ച് പേർ മാത്രമേ നിയമമണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഇറക്കി അഭിവാദ്യം ചെയ്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇപ്പോഴും ആ മുന്നണിയെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് ഉണ്ടായാൽ തന്നെ 2016 മുമ്പുള്ള ഗവൺമെൻറ്റിനെ പോലെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് മാത്രമല്ല, കാലുമാറ്റക്കാരെയും കൂറുമാറ്റക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാനലാണ് UDF രംഗത്തിറങ്ങിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആര് വരുന്നു അവരെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള നാണം കെട്ട രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച് പാരമ്പര്യവും പഴക്കമുള്ള ആൾക്കാരെ നിർത്തുന്നതിന് പകരം കാലമാറ്റവും കൂറുമാറ്റവും നടത്തി വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാടാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് BJP
പി അല്ലാത്ത ഗവൺമെൻറ്റുകളോട് എടുക്കുന്ന സമീപനം, അത്തരം കാര്യങ്ങളല്ലേ മാന്യമായി ചർച്ച ചെയ്യേണ്ടത്. അതിനു പകരം അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാരമ്പര്യം, ഇന്ത്യ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പദപ്രയോഗങ്ങൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ആ പദപ്രയോഗങ്ങൾ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടി പറയാതെ ഒരാഴ്ചക്കാലം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോ മറുപടി പറയും, അല്ലെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കുമെന്നാണ് കരുതിയത്. അതിനു പകരം പൂർവാധിക ശക്തിയോടുകൂടി വീണ്ടും ആക്ഷേപിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറുപടി എന്നുള്ള നിലയിൽ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇദ്ദേഹവും തമ്മിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. അദ്ദേഹം ABP കാരനായിരുന്നു, അഴിമതി കേസ് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന് മറ്റു ചില മാർഗങ്ങളിലൂടെ മുഖ്യമന്ത്രിയായി മാറിയത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിമർശനവും അദ്ദേഹത്തെ പറ്റി പറഞ്ഞില്ല, വേറെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി ഒരു വിമർശനം പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഈ ഡയലോഗ് തന്നെ എഴുതി കൊടുത്തത് കേരളത്തിലുള്ളവരാണല്ലോ. കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ ഡയലോഗ് എഴുതി കൊടുത്തത്. അതിൽ KC വേണുഗോപാലിന് പങ്കുണ്ട്. കാരണം KC വേണുഗോപാലിൻ്റെയും കൂടെ ഒരു ശിഷ്യനാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അവരെഴുതി കൊടുത്ത ഡയലോഗാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റി വീണു. പക്ഷെ ഞങ്ങളൊന്നും ആ ചതിക്കുഴിയിൽ വീണിട്ടില്ല. മറ്റൊരു കാര്യം, ഇത്രയധികം ഈ തിരഞ്ഞെടുപ്പിനെ പണം കൊണ്ട് നേരിടുകയും മദ്യം കൊണ്ട് നേരിടുകയും മയക്കുമരുന്ന് കൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ്റെ എതിരായിട്ട് കേസുണ്ടായിരുന്നല്ലോ. കാശ് പിടിച്ചതിനെ സംബന്ധിച്ചുള്ള കേസുണ്ടായിരുന്നു. കോടാനുകോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. മദ്യമൊക്കെ തന്നെ ഹോൾസെയിൽ വിലയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. ഇപ്പോൾ പാലക്കാട് ഉണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മദ്യം വിറ്റതിൻ്റെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കൊണ്ട് ഒരു BJP-കാരൻ്റെ വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് കസ്റ്റഡിയിലെടുത്ത് എക്സൈസുകാർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറുതെ പറയുന്നില്ല, കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സന്തോഷം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തിയുടെ പേരിലാണ് കേസ് രജിച്ചിട്ടുള്ളത്. അയാൾ BJP ഇടാനുഭാവിയാണ്, പ്രവർത്തകനാണ്. കാശ് കൊടുക്കുന്നത് വെച്ചാൽ ഗൂഗിൾ പേ ആണ്. ഒരു വോട്ടിന് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, സംഘടനകളെ മൊത്തത്തിൽ വിലക്കെടുക്കുകയാണ്. ഗോവയിലെല്ലാം ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാരെ മൊത്തത്തിൽ വിലക്കെടുക്കുന്നത് പോലെ ചില സംഘടനകളെ വിലക്കെടുത്തിട്ട് മൊത്തത്തിൽ ഇത്ര വോട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ലേലം വിളിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ RMS-ൽ ഒരു കാറ് വന്ന് ആ കാറിൻ്റെ നമ്പർ 4 ബോക്സും ഉണ്ടായിരുന്നു. അത് ഞാൻ സിറ്റി പോലീസ് കമ്മീഷനോട് നേരിട്ട് സംസാരിച്ച നമ്പർ അടക്കം കൊടുത്തുകൊണ്ട്, അത് സിറ്റി പോലീസ് കമ്മീഷൻ അന്വേഷിച്ചിട്ട് പറയുന്നത് ബൈക്കിൻ്റെ നമ്പറാണ്, അതൊരു വ്യാജ നമ്പറാണ് വച്ചിരുന്നത്. വ്യാജ നമ്പറാണെങ്കിൽ ആ വ്യാജ നമ്പറിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ സിറ്റി പോലീസ് കമ്മീഷൻ? അല്ലാതെ അതിനൊരു സമാധാനപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ പറഞ്ഞത്. RMS-ൽ വന്നിട്ട് കാറിൽ പോയത്.
പോലീസ് കമ്മീഷൻ പറയുന്നത് ബൈക്കിൻ്റെ നമ്പറാണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് നമ്മളെ. സമാധാനപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ പറഞ്ഞത്. അത് കണ്ടുപിടിക്കുക എന്നുള്ള ജോലി പിന്നെ ബൈക്കിൻ്റെ നമ്പറാണെങ്കിൽ കമ്മീഷൻ ഉണ്ടല്ലോ. കമ്മീഷൻ ആരെയാണ് വായിക്കുന്നത്? അപ്പോൾ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പിന്നെ എടുത്തിട്ടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ അപമാനകരമാണ് BJPയുടെ ഈ സമീപനം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്നുണ്ടോ ഈ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി മദ്യവും മയക്കുമരുന്നും പിന്നെ പണവും കൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനോട് മത്സരിക്കാൻ, നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അദാനി മാത്രമാണ് എതിരാളിയായിട്ട് മത്സരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മത്സരിക്കുന്നതിൻ്റെ കാര്യം പ്രയാസമാണ്. എന്തായാലും എനിക്ക് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പറയാൻ പറ്റുന്നൊരു വിവരമില്ല. എങ്കിലും ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ, ഞങ്ങൾ നേരത്തെ വിലയിരുത്തിയതുപോലെ തന്നെ ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ വർദ്ധിച്ചിട്ടുള്ള വോട്ട് ഗവൺമെൻറ് അനുകൂലമായിട്ട് വന്നിട്ടുള്ള വോട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അല്ല, അവിടെ UDFും BJPയുടെയും മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ LDFനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മതേതര വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം തോക്കുന്ന സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പിന്നെ ഈ BJPയുടെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭീകര അന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ മതേതര വോട്ടുകൾ പിന്നെ ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്നുള്ള നിലയിലും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ LDFന് അനുകൂലമായി വരാനാണ് സാധ്യതയുള്ളത്. കാര്യം എന്ന് വെച്ചാൽ UDFന് 3 തെരഞ്ഞെടുപ്പ് നടന്നതിൽ 2 തെരഞ്ഞെടുപ്പിലും കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പിന്നെ 35,000 വോട്ട് മുരളീധരന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എത്ര വോട്ട് ചെയ്താലും പിന്നെ UDF ജയിക്കുന്ന പ്രശ്നമേ ഇല്ലെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDFന് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. UDFന് ചെയ്യുന്ന വോട്ട് BJP സഹായിക്കലായിരിക്കും എന്നുള്ള നിലപാട് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമാന്യമായിട്ട് ചിന്തിക്കുന്നവർക്കറിയാം ആ വോട്ട് LDFന് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. അതൊന്നും ഫലത്തെ ബാധിക്കുന്ന പ്രശ്നമില്ല. വോട്ട് ശതമാനം ഈ പല ഘടകങ്ങൾ കൊണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം SIRും അതിന് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞ് ഭയപ്പെടുത്തി വെച്ചൊക്കെയാണ്. വോട്ട് ചെയ്തില്ലെങ്കിലും ഒക്കെ പ്രശ്നത്തിലാവും എന്നുള്ളതിൽ പറഞ്ഞ് ഭയപ്പെട്ടത് അതും അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതൊന്നും വലിയ ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ നമുക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. നല്ല തുല്യം മത്സരം നടന്നുള്ള ഈ കേരളത്തിലെ BJPക്ക് കോർപ്പറേഷൻ കൗൺസിലിൽ 24 നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലമാണല്ലോ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം ചന്ദ്രശേഖരൻ തന്നെ വാങ്ങിയ സ്ഥലമാണല്ലോ. എത്ര വോട്ട് പാർലമെൻറ്റിന് കിട്ടിയത് ഓർമ്മ ഉണ്ടാകുന്നത്? 22,000 ലീഡുണ്ടായിരുന്ന സ്ഥലമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 22,000 ലീഡ് ചന്ദ്രശേഖരന് ഉണ്ടായിരുന്നതാണ്. പിന്നെ ചന്ദ്രശേഖരൻ നമ്മളെ സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു കോടീശ്വരനാണ്. അയാളെ നമുക്ക് കിട്ടുമോ? മാധ്യമപ്രവർത്തകർക്ക് പോലും അയാളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള എന്താ സ്ഥിതി? പിന്നെ 200 കോടി രൂപയുടെ വീടാണുള്ളത്. അത് ഹൈഡ് ചെയ്ത് വെച്ചു, ഒളിപ്പിച്ചു വെച്ചു, പിന്നെ അമ്മാവനെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ച താഴെക്കടയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യാൻ തയ്യാറായാൽ ആൾക്കാരിത് പറയുന്നുണ്ട്. ഈ ഇലക്ഷനൊക്കെ ആണല്ലോ, ചായക്കടയിലും മുറുക്കാൻ കടയിലും ഒക്കെ തന്നെ ആളിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചർച്ചയ്ക്കൊന്നും ഞാൻ വിധേയനല്ല.
ഈ പറയുന്ന ചർച്ചയിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നമുക്കറിയില്ല, പറയില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഒരു കാര്യമില്ലാതെ വരുമ്പോൾ പറയുന്നത് വെച്ചാൽ അവൻ രോഗിയാണ്. രോഗം വരുന്നത് ഒരു കുറ്റമാണ്. ആർക്ക് രോഗം വന്നുകൂടാ? അഴിമതിക്കാരനെന്ന് പറയാൻ പറ്റുന്നില്ല, ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളെന്ന് പറയാൻ പറ്റുന്നില്ല, നാട്ടുകാരുടെ മര്യാദയ്ക്ക് അല്ല പെരുമാറുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തവരും പറഞ്ഞാൽ അവൻ രോഗിയാണ്. വി രാജേഷ് എവിടെ നിൽക്കുന്നു? ഞാനവിടെ നിൽക്കുന്നു. അയാള് ഞാൻ 95-2000 മേയറായ ആളാണ്. ഒരു മാന്യതയില്ലേ കാര്യം, ഒരു നടപടിക്രമമില്ല നാട്ടിൽ. അവര് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥികളോടെങ്കിൽ ചർച്ചയാ. ഇത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോർപ്പറേഷനിലും പിന്നെ BJPയുടെ വന്നെന്നുള്ള കാര്യം സത്യം. അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ജനാധിപത്യപരമായി അക്സെപ്റ്റ് ചെയ്യുന്നു. അത് അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ഒന്ന് മേയറായെന്ന് പറഞ്ഞ് കയറി 10-40 വർഷക്കാലമായി തലസ്ഥാന നഗരിയിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ കയറി വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മോശമായിപ്പോയി. രേവന്ത് റെഡ്ഡിക്ക് കൊടുത്തോളുള്ള മറുപടി എനിക്ക് തരാൻ പറ്റില്ല ആ കാര്യത്തിൽ. സംശയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ഓടുന്നത്? അയാളെ ഒളിച്ചോടിയതാ. എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം 3 പ്രാവശ്യം സ്ഥലം നിശ്ചയിച്ചല്ലോ, സമയം നിശ്ചയിച്ചല്ലോ, അതിൻ്റെ ചിലവ് മുഴുവൻ ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞല്ലോ. എന്ന് മാത്രമല്ല നിങ്ങൾ തന്നെ കണ്ടില്ലേ അതിൻ്റെ ഇത്, പിന്നെ ബുക്കും പടവും കാര്യങ്ങളായിട്ട് മുഴുവൻ ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നല്ലോ, സപ്ലിമെൻറ്റും ഉണ്ടായിരുന്നല്ലോ. 24 സ്കൂൾ കെട്ടിടത്തിൽ 23 എണ്ണം കെട്ടിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ലേ? ചെന്ന് നോക്കണ്ടേ അവിടെ അങ്ങനെ സ്കൂൾ കെട്ടിടം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്? ഇല്ല, അത് വെച്ചല്ലേ പറയേണ്ടത്. അത് അവിടെ ഇല്ല, സ്കൂൾ കെട്ടിടം ഇല്ല. IT സ്ഥാപിച്ചു പുതിയ ഘട്ടത്തിൽ, അത് പറയണ്ടേ? അങ്ങനെ അല്ലെന്ന് പറയണ്ടേ? ആഴാങ്കാൽ നടപ്പാത നിങ്ങൾ ആരെങ്കിലും നടക്കാൻ പോയിട്ടുണ്ടോ? അതിൽ ഉണ്ട്, ആരോടും പോയിട്ടുണ്ട്. ഷീജയെ കൊണ്ടുപോയിട്ടുണ്ടോ? ലൈവ് ചെയ്യാൻ പോയി. അത് 12 കോടി രൂപ മുടക്കി കെട്ടിയെന്ന് വെച്ചാൽ ഇത് ചെറിയ കാര്യമാണോ? അങ്ങനെ നമ്മുടെ നേമ ഹോസ്പിറ്റലിൽ 8 നിലയും 4 നിലയും കെട്ടി തീർന്ന് ഉടനെ ഉദ്ഘാടനം ചെയ്യാം. സിരിമല തൃക്കണ്ണാർ റോഡ് എൻ്റെ സുഹൃത്തായിട്ടുള്ള B. വിജയകുമാർ ജീവിച്ചിരുന്നപ്പോൾ തുടങ്ങിയതാണ്. അദ്ദേഹത്തിനാണല്ലോ ഞാൻ പരാജയപ്പെടുന്നത് ആദ്യമായിട്ട്. എൻ്റെ മത്സരങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. B. വിജയകുമാർ, O. രാജഗോപാൽ സാറ്, കുമ്മനം രാജശേഖരൻ സാറ് ഒക്കെ ആയിരുന്നു എതിരാളി എന്ന് പറഞ്ഞത്. മുരളീധരനൊക്കെ ആയിരുന്നു എതിരാളി. ഇപ്പോൾ ആ റോഡ് നാഷണൽ ഹൈവേയുടെ പോകുന്നവരെല്ലാം തിരുവനന്തപുരം നിൽക്കുന്ന റോഡിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകുന്നു പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോഴാണ് അദ്ദേഹം വന്ന് ആരോ ഈ കൂടെ ഉള്ള പിന്നെ ഇപ്പം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കാശ് വാങ്ങാൻ വേണ്ടി. സർവേ ഒക്കെ എടുത്തതിന് ശേഷം എങ്ങനെ രാവിലെ ഇറക്കണം, ഏത് ഡ്രസ്സിലിടണം, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെ കൈവിരൽ ചൂണ്ടണം, ആരെ മുഖത്താണ് നോക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടും രാവിലെ ഓരോരുത്തർക്കും തുണ്ടയി കൊടുക്കും. അപ്പം അങ്ങനെ എഴുതി കൊടുത്തവരാണ് ഇദ്ദേഹം വായിച്ചതെല്ലാം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പ്രശ്നമില്ല.